അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിമ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കഷായം വെക്കുന്നത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്മളെ എന്താ പറയുക, നമ്മളൊരു കിച്ചണാണ് കേട്ടോ ഇത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ വേനൽക്കാലമായാൽ എന്താണ് ചെയ്യുക, എത്ര പൈസക്കാരാണെങ്കിലും മുറ്റത്ത് ഒരു ഭാഗത്ത് 2 കല്ല് വെച്ച് അതിൽ തീ മൂട്ടി മഴക്കാലാകുമ്പോൾ പിന്നെ നമ്മളെ കഷായമൊക്കെ പതച്ച് തുടങ്ങി മക്കളെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു കലം മഴക്കാൻ വേണ്ടി വെച്ചേട്ടോ. കലം മഴക്കാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും മഴക്കുന്നില്ല എന്നാലും. അപ്പോൾ നമ്മളെ അടുപ്പാണ് കേട്ടോ അത്. നമ്മളെ എന്താ പറയുക, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഈ വീട്ടിൽ അപ്പം എൻ്റെ ചെടികളുണ്ട്, പിന്നെ എന്താ പറയുക, കുറച്ച് പച്ചമുളകിൻ്റെ തൈകളുണ്ട്, അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ തീമിട്ടാണ്. അങ്ങനെ അടുപ്പിലൊന്നും തീ മൂട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ വിറകും കാര്യങ്ങളും കുറച്ചൊക്കെ പണ്ടേ നമ്മൾ കരുതി വെക്കുന്നൊരു വിറകുണ്ടാവില്ല, അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ വിറകൊക്കെ നമുക്ക് റെഡിയാക്കണം കേട്ടോ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. മുകളിലും താഴത്തുനിന്നും അടിയിൽ നിന്നും മുകളിലൂടി പാകം ചെയ്യുമ്പോൾ വേഗം റെഡിയായി കിട്ടും. ആദ്യം തീ കത്തിക്കാത്തൊരടുപ്പാകുമ്പോൾ കത്തി കിട്ടാനാണ്. കത്തി കിട്ടിയാൽ പിന്നെ ഓക്കെ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ പാചകം ചെയ്യാം. നമ്മളൊരു രീതിയാണത്. ഇനി നമ്മുടെ ഇതിൽ വെള്ളം എടുക്കാം. ഈ ഒരു ഓട്ടുണ്ട് കേട്ടോ, നമ്മൾ അതിനോട് ചോദ്യം നോക്കാം. ഇത് പൈസ കൊടുത്ത് വാങ്ങിയല്ല കേട്ടോ കലം. ഇത് കണ്ടോ, ഇവിടെ ഒരു ഓട്ടുണ്ട്, അതിനോട് വെള്ളം കനിയുന്നുണ്ടോ എന്ന് നോക്കാം. കനിയുന്നുണ്ട് മക്കളെ. പപ്പടം ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാന് കണ്ടോ, കനിയുന്നുണ്ടോ നമ്മളെ വെള്ളം. അപ്പം നമ്മളെ ഈ കലത്തിൽ വെക്കാൻ പറ്റില്ല. വേറെ ഒരു കുഴപ്പമില്ല, ഈ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇപ്പം നമ്മൾ വേറെ കല്ലെടുക്കട്ടോ. നമ്മൾ ഈ ഒരു കല, അത് കുറച്ച് മഴക്കി എടുത്ത കല, ഇത് കഴുകി എടുക്കാം. നമ്മൾ കഷായം വെക്കാം. സ്കിൻ ഓയിലിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഷായം വെച്ചെടുക്കുകയാണ്. നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ സ്കിൻ ഓയിൽ കൂടി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ എടുക്കുന്നത്
ഈ വെള്ളം നമുക്കിനിപ്പോൾ കല അടച്ചിട്ടേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറേ സ്ഥലങ്ങളുണ്ട് നമ്മളെ ലാവായിട്ടോ ചക്കുണ്ടാവും. എൻ്റെ അടുക്കളയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കഷായം വെക്കുകയാണ്. കഷായം വെക്കുന്നതെന്ന് വെച്ചാൽ എന്ത് കഷായമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ സ്കിൻ ഓയിൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്കിൻ ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ശരീരത്തിന് നമ്മൾ പണ്ട് ഉള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ. നമ്മളെ ഭക്ഷണത്തിലാണെങ്കിലും ഇനിയിപ്പോൾ അല്ലാണ്ടാണെങ്കിലൊക്കെ കെമിക്കലും കാര്യങ്ങളും ഒക്കെ ചേർന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾ നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ആരും അതൊന്നും ചെയ്യുന്നില്ല മക്കൾ. അതുകൊണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിന് പെട്ടെന്ന് ഡാമേജ് വരികയാണ് ചെയ്യുന്നത്. പ്രായം കുറഞ്ഞ വയസ്സേ നമുക്ക് ഉണ്ടാവും, പക്ഷെ നമുക്ക് പ്രായം കൂടിയ പോലെ തോന്നും. നമ്മളെ സ്കിന്നിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തേച്ച് കുളിച്ചാൽ നല്ലതാണ് കേട്ടോ. കഴിയുന്നതും ആഴ്ചയിൽ ഒരു 3 തവണയായിട്ട് ഇത് തേച്ച് നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ തേപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളും തേക്കുക. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മളെ സ്കിന്നിനുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ള മരുന്നുകൾ ഓരോന്നും നമ്മളെ സ്കിന്നിന് എന്താ പറയുക, സ്കിന്നിൻ്റെ തൊലിൻ്റെ പ്രായം പിന്നെ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരുപാട് മരുന്നുകളാണ് കേട്ടോ നമ്മളിതിൽ ഏഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ. അപ്പോൾ എനിക്കൊരു വയലറ്റ് മുളക് ഉണ്ടാക്കി കേട്ടോ, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വയലറ്റ് മുളക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അധികം വലുതാവില്ല കേട്ടോ, ഒരു ഉണ്ട സൈസിലാണ് ഇതുള്ളത്. പക്ഷെ നിറയെ കായുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു വെള്ളമുളക് കാണിച്ചിന്, അതിൻ്റെ വിത്തുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അതിലൊരാൾക്ക് മാത്രമാണ് ഞാൻ അയച്ചു കൊടുത്തത്. കാരണം എനിക്ക് ഫോൺ നമ്പർ കിട്ടിയാലല്ലേ, നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളും കിട്ടിയാലല്ലേ എനിക്ക് അയച്ചു തരാൻ പറ്റും. അതൊന്നും ആരും തരാത്തതുകൊണ്ട് ഞാൻ ഒരാൾ തന്ന് അവർക്ക് മാത്രം അയച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സാധനം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതാ മുളകൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്, വിത്തുകളാകാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് അഡ്രസ്സ് അയച്ചു തരിക, അതുകൊണ്ട് കൊറിയർ ചാർജ് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് മുളകിൻ്റെ വിത്ത് നമ്മൾ അയച്ചു തരും കേട്ടോ. മുളകിൻ്റെ വിത്ത് നമ്മൾ പൈസ വാങ്ങുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മൊത്തം കാടാട്ടോ, പുല്ലും കാടും ഒക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തൂടെ നമ്മളെ ഫ്രണ്ടിലേക്ക് പോവുക കേട്ടോ. വീടിൻ്റെ മുൻഭാഗത്തേക്ക് പോണൊരു വഴിയാണ്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ചൈനീസ് കറിവേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലോരോ കൃഷികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊന്ന് ഫുള്ളായിട്ട് ഈ കരുമ്പിന് കണ്ടോ, ഈ ചോണനുറുമ്പ് വന്ന് പണിയാക്കിയതാണ്. ഞാൻ എന്നിട്ട് വെള്ളം വെച്ചൊക്കെ കഴുകിയെടുത്തതാണ്. അപ്പോൾ നമ്മളെ കഷായത്തിൻ്റെ മരുന്നുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് റെഡി ആയിട്ട് വേണം നമുക്ക് സ്കിൻ ഓയിൽ റെഡി ആക്കണമെങ്കിൽ. ഇത് അതുകൊണ്ട് നമ്മളെ സ്കിൻ ഓയിൽ തേക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നത് സോപ്പ് ഒഴിവാക്കണം കേട്ടോ. ഈ സോപ്പൊക്കെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ
നമ്മളെ സ്കിന്നിന് ഞാൻ പറഞ്ഞില്ല, സ്കിന്നിന് ഓരോ പ്രശ്നങ്ങൾ വരും. ഈ സ്കിന്നിന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. അതിനതോ സ്കിന്നിൽ വെള്ളപ്പൊടികൾ വരും. നമ്മളൊന്ന് സ്കിന്നിലൊന്ന് നമ്മൾ മാന്തൂലേ, ചൊറിയാന്നൊക്കെ പറയൂലേ, അങ്ങനെ ചൊറിയുന്ന സമയത്ത് ഒരു വെള്ള പൊടി പോലെയൊക്കെ അങ്ങനെ വരും കേട്ടോ. പിന്നെ അത് കൂടി വരുമ്പോഴാണ് വലിയ വലിയ ഓരോ രോഗങ്ങൾ, സ്കിന്നിൻ്റെ രോഗങ്ങളിലേക്ക് മാറുക. അപ്പോൾ കഴിയുന്നതും സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആയുർവേദ സോപ്പുകളൊക്കെ ഉപയോഗിക്കുക. അത് തന്നെ നമുക്ക് എന്താ പറയുക, കഴിയുന്ന നമ്മൾ ചെറുപയറിൻ്റെ പൊടി അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ നല്ലത്. പിന്നെ സ്ഥിരമായിട്ട് സോപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ എന്തായിട്ട് ഇങ്ങനത്തെ സ്കിൻ ഓയിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലെ കുറച്ച് കഷായത്തിലെ മരുന്നുകൾ കുറച്ച് നമ്മൾ ഇട്ട് ബാക്കിയും കൂടി ഇനിയിപ്പെടുത്ത് കഷായത്തിലേക്ക് ഇടണം. അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്കിൻ ഓയിൽ ഉണ്ടാക്കുന്നത് പറ്റിയെങ്കിൽ ഞാൻ കാണിക്കാം വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. ഇന്നുള്ള നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറിയാത്തൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. എന്തിനായിരുന്നു അന്ന് പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വേനൽക്കാലം ആകുമ്പം പുറത്തെ അങ്ങനെ ഒരു അടുപ്പ് ഇതൊക്കെ മൂട്ടിയത്. പിന്നെ ഇതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി നമ്മളെന്താ പറയുക, കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കിട്ടി ഇങ്ങനെ നമ്മൾ തീ മൂട്ടി ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ ആ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് പറയുക കേട്ടോ. അപ്പോഴത്തെ മക്കളറിയണം, വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തൊരു അടുപ്പ്, ഇപ്പം നല്ല വേനലായല്ലോ, അപ്പോൾ പുറത്തൊരു അടുപ്പും തീയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ. അപ്പം നമ്മളെ കഷായത്തിൻ്റെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഒന്ന് വൈകുന്നേരമാണ് നമുക്ക് സ്കിൻ ഓയിൽ ഉണ്ടാക്കാൻ റെഡിയാവുക. കാരണം ഇതൊക്കെ വെന്ത് പാകമായി വരണം. ഇതിൽ ഒരുപാട് മരുന്നുകളുള്ളതൊക്കെ വെന്ത് പാകമായിട്ടൊക്കെ വരണം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്ക് കൊടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.